വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. സമയം 10:30 മണി. ഇന്ന് ഇറങ്ങാൻ ലേറ്റായി. ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് എത്താൻ ഏകദേശം 10:30 മണിയായി. അപ്പോൾ ഇറങ്ങാൻ ലേറ്റായി. എന്തായാലും സമാധാനമുണ്ട്. നല്ല വെയിലുണ്ട്. വെള്ളം എന്താ വെച്ചെങ്കിലേ മുകളിൽ മഞ്ഞ് ഇന്നലത്തെ മഞ്ഞുണ്ടാവും. അത് വെയിൽ വരുമ്പോൾ ഉരുക്കിയിട്ട് വെള്ളമായിട്ട് വരുന്നതാണ്. അതാണ് ഈ വെള്ളം ഫുള്ള്. എന്നാ വണ്ടിൻ്റെ മുകളിലൊക്കെ ഇപ്പം മഞ്ഞുണ്ട് ചെറുതായിട്ട്. അതിങ്ങനെ ഉരുക്കിയിട്ട് വരുന്നതാ വെള്ളം. അലിയുന്നത് ഹോട്ടൽ അങ്ങോട്ടല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് പഹൽഗാമിലേക്കാണ്. പഹൽഗാമിലേക്ക് പോകുന്ന ഇന്നലെ ഹെവി സ്നോഫോളായി. അപ്പോൾ വണ്ടിയൊക്കെ കുറേ പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം ഓശാലയൊക്കെ വീഴാനായി. എന്തോ ഡ്രൈവർ ഭയം കൊണ്ട് എങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി തിരിച്ചെത്തിച്ച്. ഇന്നലെ ഹെവി സ്നോഫോളായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് പഹൽഗാമിൻ്റെ കുതിരസവാരിൻ്റെ അടുത്ത് കയറാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ പോകുന്നുള്ളത് സോൻമാർഗിലേക്കാണ്. സോൻമാർഗിലേക്ക് ഇന്നലെ പോയ വണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ വരും. ഇപ്പോൾ അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചായ കുടിക്കട്ടെ. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. തണുപ്പിന് മാറ്റമൊന്നുമില്ല, വെയിലാണ്. ഏതായാലും 1 അങ്ങനെ എന്തോ ആണുള്ളത് വെതർ ഇന്ന് സോനമാർഗ്. രാവിലെ തന്നെ ചായയും ഒരു ബ്രെഡ് വലുപ്പമുണ്ട്. ഞാൻ തന്നു തീർത്തതാണ്. ഇന്നലെ തന്നെ ആയിരുന്നു രാവിലെ ചായ. आज न लगेगा, शाम को रात को छोड़ेगा किनको? जो रास्ते में फंसा कल, बाकी किसी को नहीं. परसों छोड़ेगा यहाँ से. പട്ടാളക്കാരുണ്ടായിരുന്നു ഫുള്ള് എല്ലായിടത്തും. എന്നാ കഴിഞ്ഞ് എല്ലാ ജംഗ്ഷനിലും പട്ടാളമുണ്ട്. എന്ത് രണ്ട് തരം ആപ്പിളാ? എത്ര നോക്കട്ടെ. ഗ്രീൻ ആപ്പിൾ ഇതിനെത്ര? ഗ്രീൻ ആപ്പിൾ പച്ചാപ്പിളും റെഡ് ആപ്പിളും. മുതലാളി ക്യാഷ് കൊടുക്കും. മുതലാളി ടോൾ ഇത് നാട്ടുകാരടുത്തുന്ന ടോളാ. പോകുന്ന വയലൊന്ന് നിർത്തിയതാണ്. അവിടെ എന്തൊരു പള്ളിയാണ്. പള്ളിക്ക് ഒരു കുറവില്ല കേട്ടോ. ഇഷ്ടം പോലെ പള്ളിയുണ്ട്. അവിടെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പെയ്ത സ്നോൻ്റെ ബാക്കി. തണുപ്പുണ്ട്. ഇതെന്ത് വണ്ടിയാ ആ ഫ്രണ്ടിലുള്ള? പട്ടാളക്കാർക്ക് എന്തെല്ലോ വണ്ടി ഉണ്ടോ? അങ്ങനെ നിന്നിട്ട് പക്ഷെ നമ്മൾ എത്തുന്ന സ്ഥലം പട്ടാളക്കാരൻ എന്നിട്ട് വന്നതാ. വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി നിർത്തിയതാ. ബാക്കിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തിയതാണ്. ബാക്കിലത്തെ വ്യൂ നോക്കിയാൽ ഇതും ഇന്ത്യ കേട്ടാ. ഇന്ത്യയിൽ ഇങ്ങനത്തതൊക്കെ ഉണ്ട് കാണാൻ. ഈ മലകൾ വെളുത്ത് കാണുന്നത് എന്താണെന്നറിയോ? മരങ്ങളാണ്. മരങ്ങളുടെ മുകളിലേക്ക് മഞ്ഞ് പോന്നിട്ട് മരങ്ങൾ വെള്ള കളറായി. ചുറ്റും അങ്ങനെ തന്നെ ഇതാ. ഇവിടെ മുഴുവനും മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. കശ്മീർ മസ്ജിദ്. കശ്മീരിൽ 100 മസ്ജിദ് ഉണ്ട്. അതിലൊന്നിത്. എൻ്റെ മീനാനെ ശ്രദ്ധിച്ചാ
പള്ളി പൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ഷൂ അയക്കണം, സോക്സ് അയക്കണം, പണിയുണ്ട്. അതുകൊണ്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. നിസ്കാര സമയമായിട്ട് തന്നെ 1 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ പള്ളീൻ്റെ സൈഡിൽ ഇതെന്താണോ അറിയില്ല, ഖബർസ്ഥാനാണ്, എന്താ അറിയില്ല. നമ്മളിതാ എന്തോ കൃഷിയിട്ട പോലെയുണ്ട് മഞ്ഞ്. ഇതിൻ്റെ നേരെ ബാക്കിൽ മലയും, മഞ്ഞുമല. മരത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ള മഞ്ഞൊക്കെ ഇങ്ങനെ ഇതാ വീഴുന്നുണ്ട്. നല്ല വെയിലാണ്. ആ വെയിലിങ്ങനെ ഉരുക്കി വെള്ളം ഇരുട്ടുന്നുണ്ട്, കട്ടകട്ടായിട്ട് വീഴുന്നുണ്ട്. ഇത് ചളിയാണ്. ചളിനെ മറ്റേ ഈ കല്ലിട്ടിട്ട് എന്താ പറയുക, ഈ കല്ലിട്ടിട്ട് ഉറപ്പിച്ചതാണ്. ഇവിടെ ഫുള്ള് ചളിയാണ്. ഇനി അവിടെ ചായ റെഡി ആയിട്ടുണ്ട്, ഒരു ചായ പിടിക്കട്ടെ. വ്യൂ ഒന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ. ചായ വിത്ത് മഞ്ഞ്. കാര്യമൊന്നുമില്ല, പൈസ കാണുമ്പോ നമ്മളെ നാട്ടിലത്തെ പോലെ വണ്ടിയിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇത് ഫുൾ ഓറഞ്ച്, 3 തരം ഓറഞ്ച് ഉണ്ട്. മുന്തിരി ഉണ്ടല്ലോ. എത്രടാ? 100 रुपए का 48 पीस। 48 मीन्स इंग्लिश में 48 पीस। എത്ര രൂപ? 100 രൂപ? 100 रुपए का 100 രൂപക്ക് 48 48 പീസ്. 48 100 രൂപക്ക് ചെറിയ ഓറഞ്ച്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ വലുതിനയച്ച അതിൽ വേറെ ഇതിന് 1.5 दर्जन मीन्स 12 और 6 100 का। 20 पीस। ये 24 पीस 100 रुपये। 100 രൂപയ്ക്ക് വലുതാ? वो दियो 100 रुपए का वो। हाँ 100 രൂപയ്ക്ക് 48 പീസ്. ഇയാൾ എണ്ണ എടുക്കുന്നുള്ള, എണ്ണിച്ചെടുക്കുന്നുള്ളടാ. തൂക്കുന്നൊന്നുമില്ല ഇവിടെ. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തൂക്കുന്ന ഒറ്റ സാധനമില്ല, ആൾക്കാരില്ല. അത് മുന്തിരിൻ്റെ കണക്ക് എങ്ങനെടാ? മുന്തിരിക്കോല കണക്കിന് 100 രൂപയ്ക്ക് പോയതാ. കവർ നിറച്ച് ഓറഞ്ച് 40 50 രൂപയ്ക്ക് അവിടെ ഇരുന്നു മുന്തിരിൻ്റെ കവറും. ഇപ്പൊ വീഴും എന്ന് പറഞ്ഞ കാത്തേക്ക ക്ലീനാക്കുന്ന മറ്റേ റോഡ് പണി എടുക്കുന്നതിൽ പോയിട്ട് ഇടുന്നില്ല. ഇട്ടുറോ എത്ര കട്ടിയിൽ സാധനമുള്ള. റോഡ് കാക്കാണ്, കാക്ക ഇപ്പുറത്തല്ലേ കാക്ക? ഇപ്പോൾ ബസ്സിലുണ്ടല്ലോ. വണ്ടി 6500 വണ്ടി. കാറ് താഴെ പാർക്ക് ചെയ്ത് പാർക്കിങ്ങിൽ. ഇനി അങ്ങോട്ട് കാറ് പോകില്ല, മഞ്ഞുള്ള സ്ഥലമായതുകൊണ്ട് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്ലൈഡ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കുതിരയുണ്ട്, ചങ്ങലിട്ട വണ്ടി. അപ്പോൾ ചങ്ങലിട്ട വണ്ടിക്ക് 6500 പറഞ്ഞ്, കുതിരക്ക് ഒരു കുതിരക്ക് തന്നെ 2500 പറഞ്ഞ്. അപ്പോൾ നല്ല റേറ്റ് പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടല്ലോ, ഏജൻറ്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കട്ടെ. കുതിരയിൽ പോകുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ കുതിരയിൽ പോകുന്നുണ്ട്, ചങ്ങലുള്ള വണ്ടിയിൽ പോകുന്നുണ്ട്, ചങ്ങലുള്ള കാറുണ്ട്. ചങ്ങലുള്ള വണ്ടിയിൽ ഇഷ്ടം പോലെ. കുറേ ഏജൻസി ഉണ്ട്. 6500 പറഞ്ഞു ചങ്ങലുള്ള വണ്ടി പോകുന്നു. ഞങ്ങൾ വണ്ടി ഇറങ്ങിയെടുത്ത് 6500 പറഞ്ഞു. പിന്നെ 6 ആയി, ഇപ്പം 5500 ആയി. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് 4500 ആയി.
കുറേ ആൾക്കാരുണ്ട് സംസാരിക്കാനൊക്കെ. വണ്ടി റെഡിയായി. 2500 വണ്ടി കിട്ടി. ഇനിയും കുറയും, പക്ഷെ ഓൾറെഡി ഉച്ച കഴിഞ്ഞ്. ഇനിയും നിന്നാൽ പണി പോകണം, മഞ്ഞൊക്കെ പെയ്താൽ. അപ്പോൾ ചങ്ങല ഇട്ടുകൊണ്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് 2500, 3000 പറഞ്ഞ് 2500 വണ്ടിക്ക് 500 5 ഷൂ. പിന്നെ വേറെ എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. സാധനങ്ങളൊക്കെ വാങ്ങണം. എല്ലായിടത്തും മറ്റേ വാട്ടർ പ്രൂഫ് ഷൂ ഒന്നും ആരുടെ ഇല്ല. അപ്പോൾ അതൊക്കെ വാങ്ങണം. ഇനിയും മുകളിലേക്ക് നടന്നാൽ ഇനിയും റേറ്റ് കുറയും. പക്ഷെ ഓൾറെഡി സമയം ഇപ്പം തന്നെ 1:30 മണിയായി. ഇനി മഞ്ഞൊക്കെ പെയ്താൽ പിന്നെ ഒന്നുമില്ലാതോ ആകെ പണി പാളും. മാറോ എവിടുത്തോ വർഷാട കയറിയാണ്. വണ്ടി റെഡിയായ സമയത്ത് പിന്നെ ഫോട്ടോത്തിൻ്റെ ആൾക്കാർ വരാൻ തുടങ്ങി. ഷൂ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷൂക്ക് വണ്ടീൻ്റെ ആൾ ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഫോട്ടോത്തിൻ്റെ ആൾക്കാർ കൂടുന്നുണ്ട് ഒന്നിച്ച്. ഷൂ ഈ ഷൂ കിട്ടണ്ടേ. അവിടെ എല്ലാ സാധനമുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് പോവാം. ബൈക്ക് പോകുന്ന നാട്ടുകാരന്നെ അത് മുകളിലത്തെ പാർക്കിങ്ങിലേക്കായിരിക്കും. നമ്മളെ ചെയിൻ ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി റിവേഴ്സ് എടുക്കും. ഫുള്ള് സെറ്റായി. പണ്ട് അഷ്റഫ് എക്സലിൻ്റെ വീട്ടിൽ കണ്ടിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളത്. എടുക്കുന്നില്ലേ വീഡിയോയിലെ പണ്ടത്തെ മറ്റേ ആൾക്കാരെടുക്കുന്നത് അതുപോലെ. നല്ല മഞ്ഞ് പോകുന്നുണ്ട്. ഇല്ല പോകുന്നില്ല പോവാ. എൻ്റെ തല കാണിച്ച തലയിൽ ഫുള്ള് മഞ്ഞ് വീഴാൻ തുടങ്ങി. സൗണ്ട് 1 സൈഡ് ചാങ്ങലിൻ്റെ സൗണ്ട്. കട ആ കുതിരൻ്റെ കുളമ്പടി സൗണ്ട് ഉണ്ടല്ലേ. ബോർഡർ പട്ടാളക്കാരെ ചെക്കിങ്.